ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. A+ ലേണിംഗിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ചോളൂ. 2 എലമെന്റ്സ്, കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, കമ്പൈൻ ടു ഫോം C2H6. ഇതാണ് നിങ്ങൾ ആ കോമ്പൗണ്ട് നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെയാണ്? C2H6ഉം അതോടൊപ്പം തന്നെ എന്താണ് C2H4. അപ്പോൾ ഐഡന്റിഫൈ ആൻഡ് C2H2, അങ്ങനെ 3 പേരാണ്. ഐഡന്റിഫൈ ദ ലോ ഇലിസ്ട്രേറ്റഡ് ഹിയർ. ഇവിടെ ഇലിസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന ലോ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം എന്താണ് ഇവിടെ കാർബൺ നോക്കുമ്പോൾ എല്ലാ കാർബണിലും C2 ആണ്. അപ്പോൾ ഇത് ഏത് ലോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്? യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഇതേതാണ്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണ്. ഏതാണ് മക്കൾ? എല്ലാവരും ശ്രദ്ധിച്ചോളൂ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണ്. അപ്പോൾ ആ ലോ ഏതാണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ടു ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്. ദ ഡിഫറെൻറ്റ് മാസ് ഓഫ് വൺ ഓഫ് ദ എലമെൻറ്റ് ദാൻ കമ്പൈൻ വിത്ത് ഫിക്സഡ് മാസ് ഓഫ് അതർ എലമെൻറ്റ് ആർ ഇൻ സ്മോൾ വോൾ നമ്പർ റേഷ്യോ. ആ ഒരു രീതിയിലാണ് ആ ലോ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എന്താണ് ചോദിച്ചിട്ടില്ല, ഐഡൻറ്റിഫൈ ദ ലോ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാനേ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇനി സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാൽ പോലും സ്റ്റേറ്റ്മെൻറ്റ് കൂടി എല്ലാ ലോയുടെയും 5 ലോ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതിൻ്റെ 5 ലോയുടെയും സ്റ്റേറ്റ്മെൻറ്റ് കൂടി നിങ്ങൾ സെറ്റാക്കി വെക്കുക. പ്രത്യേകിച്ച് ലോ മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ മോഡലിലൂടെ ചോദിച്ചതാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു ലോയാണ്. അപ്പം വളരെ സിമ്പിളാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് ഞാൻ ഈ പറഞ്ഞതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. 2 ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് മോർ ദാൻ വൺ കോമ്പൗണ്ട് ആക്കുക. അപ്പോൾ ഡിഫറെൻറ്റ് മാസ് ഓഫ് വൺ ഓഫ് ദ എലമെൻറ്റ് അത് കമ്പൈൻ ചെയ്യുന്നത് എന്താണ്? ഫിക്സഡ് മാസ് ഓഫ് അതർ എലമെൻറ്റ്. ആ ഫിക്സഡ് മാസാണ് ഇവിടെ കാർബൺ C2 കണ്ടോ. അപ്പോൾ നമുക്ക് ഈ ലോ മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണെന്ന് മനസ്സിലായി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാൻ നോക്കി. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഗീവ് ദ അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? എല്ലാവരും പറഞ്ഞോളൂ. അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23 ആണ്. 10⁻23 ആണ് എത്ര എന്ന് പറയുന്നത്? നമ്മളുടെ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? യെസ്. 6.022 ഇൻറ്റു 10⁻23 ആണ് അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഭാഗത്തിലേക്ക് വരുമ്പോൾ അടുത്ത ബി ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ദ മാസ് ഓഫ് 2 മോൾ ഓഫ് അമോണിയ ഗ്യാസ്, അല്ലേ, 2 മോൾ അമോണിയ ഗ്യാസിന്റെ മാസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അമോണിയയുടെ കെമിക്കൽ ഫോർമുല നമുക്കറിയണം. ഈ ചോദ്യം ചെയ്യണമെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഈ ചോദ്യം ചെയ്യണമെങ്കിൽ അമോണിയയുടെ കെമിക്കൽ ഫോർമുല നമുക്കറിയണം. എന്താണ് അമോണിയയുടെ കെമിക്കൽ ഫോർമുല? അത് NH3 ആണ് അമോണിയ എന്ന് പറയുന്നത്. അതായത് നൈട്രജൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14 പ്ലസ് ഹൈഡ്രജൻ 3, 17 ആണ് 1 മോൾ അമോണിയ ഗ്യാസിന്റെ മാസ് എന്ന് പറയുന്നത്. ഇത് 2 മോളാണ്. ദാറ്റ് ഈസ് 17 ഇൻറ്റു 1 മോൾ അമോണിയ ഗ്യാസിന്റെ 17 ആണെങ്കിൽ 2 മോൾ അമോണിയ ഗ്യാസിന്റെ 17 ഇൻറ്റു 2 ദാറ്റ് ഈസ് 34 ഗ്രാം ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഓപ്ഷനിലുണ്ട്, 34 ഗ്രാം ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഈ ഒരു കാര്യം മനസ്സിലായില്ലേ? അടുത്തൊരു ഇതിലേക്ക് വരുമ്പോൾ കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് 850 ഗ്രാം അമോണിയ ഗ്യാസ് അറ്റ് STP ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 850 ഗ്രാം അമോണിയ എന്ന് പറയുമ്പോൾ അതിൽ എത്ര മോൾ ഉണ്ട് എന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ, അതായത് 850 ഗ്രാം അത് ഗിവൺ മാസ് ആണ്. അതേ ഡിവൈഡഡ് ബൈ അമോണിയയുടെ യഥാർത്ഥ മാസ് എത്രയാണ്? 17 ആണ് അല്ലേ? 17 അല്ലേ ഒരു അമോണിയ എന്ന് പറയുന്നത്. സോ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 850 ഡിവൈഡഡ് ബൈ 17 ആണ് ചെയ്യുന്നത്, അല്ലേ? ഓക്കെ ആണല്ലോ? 50 മോൾ എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഒരു മോൾ STPയിൽ എത്രയാണ്? 1 മോൾ ഗ്യാസ് STPയിൽ അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ, അതായത് 1 മോൾ ഗ്യാസ് അറ്റ് STP അതിൻ്റെ 1 മോളിൻ്റെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. എങ്കിൽ 50 മോളിൻ്റെ വോളിയം എത്രയായിരിക്കും? എല്ലാവരും പറഞ്ഞേ യെസ്, വെരി ഗുഡ്. 50 ഇൻറ്റു 22.4 ലിറ്റർ ചെയ്യുക. അപ്പം നമുക്ക് ആൻസർ എത്ര വരും? 22.4 അല്ലേ? 50 ഇൻറ്റു എത്ര വരും? 22.4 എന്ന് വരും. ദാറ്റ് ഈസ് എത്രയാണ്? 1120 ലിറ്റർ ആയിരിക്കും നമുക്ക് എന്ത് ആൻസർ വരുന്നത്. ഓക്കെ ആണോ? ഈ ഒരു ചോദ്യം മനസ്സിലായല്ലോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ 2 ചോദ്യങ്ങളും എന്താണ് എക്സാമിന് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ എക്സാമിന് വരാൻ ഇനിയും ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ 2 ചോദ്യങ്ങൾ മനസ്സിലായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത് മക്കളെ. ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇനിയും നമ്മുടെ ചാനലിൽ ഉണ്ടാവും. കെമിസ്ട്രി പരീക്ഷ നേരിടാനുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മുടെ ഒരു ചാനലിലൂടെ ഉണ്ടാവും എന്നറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ചോദ്യാവലി ഇവിടെ നിർത്തുകയാണ് മക്കളെ. താങ്ക് യു സോ മച്ച്.